ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനെ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 13-ാമത് വചനം. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ എന്ന ചോദ്യമാണ്. ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെയാണ്? ഇരുട്ടിലെ ന്യായവിധിയാണോ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് എലീഫസ് ഭക്തനായ ഇയ്യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ബൈബിൾ വളരെ ആഴമായി ഓർമ്മപ്പെടുത്തുന്നത് അത്യുന്നതനായ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ന്യായവിധികൾ ഏത് നിലകളിലാണെന്നും ഓർമ്മപ്പെടുത്തുന്ന ദൈവവചന ചിന്തകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യനാക്കും? ദൈവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് ദൈവത്തെക്കുറിച്ച് കരുതുന്നത്? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണം മേലോട്ടുയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യ മഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇസ്രായേൽ പറയുകയാണ്, എൻ്റെ നീതിയും എൻ്റെ ന്യായവും കാണാതെ പോകുന്ന ദൈവമാണോ ഈ ദൈവം എന്ന് ചോദിക്കുമ്പോൾ ദൈവം തന്നെ പറയുകയാണ്, നീ ആകാശത്തേക്കൊന്ന് നോക്ക്, നീ ഭൂമിയിലേക്കൊന്ന് പരിധി നോക്ക്. നിനക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ്. റോമാലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നൊരു പദം കൂടെയുണ്ട്. രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക എന്നോർപ്പിക്കുന്നുണ്ട്. ഇരുട്ടിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്നും, നമ്മുടെ ദൈവം ഇരുട്ടിലിരിക്കുന്നതിനെ വെളിച്ചത്തു കൊണ്ടുവന്ന് ന്യായമായി നീതിയോടുകൂടി വിധിക്കുന്ന ഒരു ദൈവമാണെന്നും ബോധ്യപ്പെടുത്തുന്നതായ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിനകത്ത് ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിലേക്കും വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്കും നാം കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നടക്കുന്നു എങ്കിൽ നിങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഇരുളിൻ്റെ നിഷ്കൂര പ്രവൃത്തികളെ നിങ്ങൾ വെച്ച് കളയാൻ തയ്യാറാകാത്തതുകൊണ്ട്
പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെളിച്ചത്തു വച്ച് നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് ഞാനെന്നും ബോധ്യപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ തുടരുന്നവരായിട്ടല്ല, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഇരുട്ടിൽ നടക്കുന്നവരല്ല, വെളിച്ചത്തിനായി ഞങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഇരുളിന്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് വെളിച്ചത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അതിനൊരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.